ഗവി യാത്രയിൽ മൂഴിയാർ ഡാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന ഡാമാണ് ആനത്തോട് ഡാം. ആനത്തോട് ഡാം 1967 ആണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ റാന്നി വനമേഖലയിൽ പമ്പാ നദിയുടെ പോഷക നദിയായ കക്കി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന കക്കി അണക്കെട്ടിൻ്റെ ഒരു പാർശ്വ അണക്കെട്ടാണ് ആനത്തോട് പാർശ്വ അണക്കെട്ട്. ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമാണിത്. കക്കി, ആനത്തോട് ഡാമുകളിൽ സംഭരിക്കുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് ശബരിഗിരി പവർ ഹൗസിൽ എത്തിക്കുന്നത്. ആനത്തോട് അണക്കെട്ടിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം കക്കിയാറായി പമ്പയാറിൽ വച്ച് പമ്പാ നദിയിൽ ചേരുന്നു. പെരിയാർ നാഷണൽ പാർക്കിനോട് ചേർന്നുള്ള വനമേഖലയിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ആനത്തോട് ഡാമിലെയും കക്കി ഡാമിലെയും ജലനിരപ്പ് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. കക്കി ഡാമിന് ഷട്ടറില്ല. കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ആർച്ച് ഡാമാണ് കക്കി ഡാം. 2018 പ്രളയകാലത്ത് ആനത്തോട് ഡാമിൽ ഒരു മരം കടപുഴകി ഷട്ടർ തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് റാന്നിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഗവിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ട് സവാരിക്കും ഭക്ഷണത്തിനും വിശ്രമത്തിനും സൗകര്യമൊരുക്കിയിരിക്കുന്നത് കൊച്ചുപമ്പയിലാണ്. ഒരു മിനി ഊട്ടി തന്നെയാണ് കൊച്ചുപമ്പ. ഗവിക്ക് കുറച്ച് മുമ്പാണ് കൊച്ചുപമ്പ ഇക്കോ ടൂറിസം കേന്ദ്രം. 7 കിലോമീറ്റർ വിസ്തൃതിയുള്ള ബോട്ടിലൂടെ യാത്ര ചെയ്യാൻ ആളൊന്നിന് 100 രൂപയാണ് നിരക്ക്. 5 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണത്തിനൊപ്പം വിശ്രമത്തിനും സൗകര്യമുണ്ട്. സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. ഭാഗ്യമുണ്ടെങ്കിൽ വളരെ അടുത്ത് വന്യമൃഗങ്ങളെയും കാണാം. മുൻകൂട്ടി അറിയിച്ചാൽ പറയുന്ന ഭക്ഷണം ഓർഡർ ചെയ്തു തരികയും ചെയ്യും. സഞ്ചാരികൾ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. KSDCയുടെ കീഴിലാണ് കൊച്ചുപമ്പ എക്കോ ടൂറിസം പദ്ധതി. വണ്ടിയിൽ എത്ര പേരാണ്? 29 പേര്. ചങ്ങടക്കാരോടാ ചങ്ങടക്കാർ. ആ ഓക്കെ.
പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിൽ പമ്പാ നദിയുടെ കൈവഴിയായ ഗവിയാറിൽ ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒരു ചെറിയ ഗുരുത്വാകർഷണ ഡാമാണ് ഗവി ഡാം അഥവാ ഗവിയാർ ഡാം. റാന്നി, കോന്നി, കോഴഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ, കുട്ടനാട്, മാവേലിക്കര, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലൂടെയാണ് ഗവിയാർ ഒഴുകുന്നത്. 1990 ഉദ്ഘാടനം ചെയ്തതാണ് ഗവിയാർ ഡാം അഥവാ ഗവി ഡാം. ഗവി ഡാമും ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമാണ്. ഗവിയെ ഇത്രയധികം മനുഷ്യ മനസ്സുകളിലേക്ക് കൊണ്ടുവന്നത് നമ്മളുടെ ഒരൊറ്റ സിനിമയാണ് ഓർഡിനറി സിനിമ. ഓർഡിനറി ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആസിഫ് അലി ആ വെള്ളത്തിലേക്ക് വീഴുന്ന സ്ഥലം. അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഗവി എന്ന് പറയുന്ന സ്ഥലം ഇത്രയധികം പോപ്പുലറായത്. വളരെ നല്ല ഭംഗിയാണ് ഗവി ഡാമും അതിൻ്റെ പരിസരവും കാണാൻ. ഗവിയുടെ കൊച്ചുപമ്പയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോഴാണ് ഗവിയിലെത്തുന്നത്. ഗവിയിൽ ഒരു ഗവൺമെൻറ് സ്കൂള്, ഒരു ഹെൽത്ത് സെൻറ്റർ, ഒരു റേഷൻ കട, ഇത്രയാണ് കാണാൻ സാധിക്കുന്നത്. ഇതും സീതത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരു പഞ്ചായത്ത് ഓഫീസിലെ കാര്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ സഞ്ചരിച്ച് പിന്നെ സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നെങ്കിൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഗവൺമെൻറ് കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ വരെ പോകണം. ഇതുവരെ നമ്മൾ ഗവി ട്രിപ്പിൽ കണ്ടുമുട്ടിയ ആദ്യ ഡാമായ മൂഴിയാർ, രണ്ടാമത്തെ ഡാമായ കക്കി, മൂന്നാമത്തെ ഡാമായ ആനത്തോട്, നാലാമത്തെ ഡാമായ കൊച്ചുപമ്പ, അഞ്ചാമത്തെ ഡാമായ ഗവി, ഇവയെല്ലാം തന്നെ ശബരിഗിരി വൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ്. പമ്പ ഡാം 1967 കമ്മീഷൻ ചെയ്തു. ഇതാണ് ഗവി എന്ന് പറയുന്ന ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിലെ കാണുന്ന ഒരു അമ്പലത്തിൻ്റെ ലൊക്കേഷൻ. ഡാം എല്ലാം കണ്ടതിന് ശേഷം വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി നമ്മൾ വെളിയിലിറങ്ങുന്നു. അതിനുശേഷം പരുന്തുംപാറയാണ് ലൊക്കേഷൻ. പരുന്തുംപാറയും കണ്ടതിന് ശേഷം റാന്നി വഴി നേരെ അടൂരേക്ക്. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇത് പരുന്തുംപാറയാണ്. പരുന്തുംപാറ ലൊക്കേഷനാണ്. പരുന്തുംപാറ വളരെ നയനമനോഹര കാഴ്ചകളാൽ നിറഞ്ഞതാണ് പരുന്തുംപാറ. KSRTCക്കൊപ്പമുള്ള ഗവി യാത്ര വളരെയധികം നല്ലതായിരുന്നു. ഇനി ഒരടുത്ത യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ബൈ.